നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്വപ്നത്തിന്റെ പ്രാർത്ഥനയുടെ തേരിലേറിയാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. രാഷ്ട്രീയം മറന്ന്, ജാതിമത പരിഗണനകൾ മറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി വഴിപാടുകൾ നേരുന്ന, പള്ളികളിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളികളായ പതിനായിരങ്ങൾ, ഒരുപക്ഷെ എനിക്ക് വോട്ട് ചെയ്യാത്തവർ പോലും ഞാൻ ഈ സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാനഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. നിങ്ങളുടെ ജനപ്രതിനിധി അധികാരത്തിന്റെ പത്രാസിന്റെ പുറകെ പോകില്ല. പാവപ്പെട്ടവനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരായിരിക്കും കേരളത്തിൽ ഉണ്ടാകുന്നത്. ഓരോ നടപടികളും പാവപ്പെട്ടവന്റെയും ഇടത്തരക്കാരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും. നമ്മുടെ കേരളം മനോഹരമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അതിനെ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിരിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നമ്മുടെ ഈ മനോഹരമായ അറബിക്കടൽ, ഞാൻ പറഞ്ഞു നേരത്തെ, അദ്ദേഹം സിംഗപ്പൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ പ്രത്യേകത എന്താ? അതൊരു തുറമുഖ നഗരമാണ്. കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ നിൽക്കുന്നത്. 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി പോർട്ടുകളും 600 കിലോമീറ്റർ അറബിക്കടലുമുള്ള ഈ കേരളത്തെ നമ്മളൊരു തുറമുഖ നഗരമാക്കി മാറ്റും. തുടങ്ങും ഇപ്പോൾ തന്നെ.